സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസ് എന്ന ലോകപ്രശസ്ത വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ജനവാസ പ്രദേശങ്ങളിലൂടെയും ഗോത്ര ഗ്രാമങ്ങളിലൂടെയും സഞ്ചാരം തുടരുകയാണ്. ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം കാണുന്നതിനാണ് പോകുന്നത്. ഇത് ജിമ്മി. ഇദ്ദേഹമാണ് എന്നെ അവിടേക്കെല്ലാം കൊണ്ടുപോകുന്നത്. സഞ്ചാരത്തിനു വേണ്ടി ഇവിടെ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റാഫാണ് ജിമ്മി. സിംബാബ്വേക്കാരായ ആർട്ടിസ്റ്റുകൾ ശില്പങ്ങൾ കൊത്തുന്ന ഒരു ഗ്രാമം കാണിക്കാമെന്ന് പറഞ്ഞ് ജിമ്മിയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു മരത്തണലിൽ കുറെ ആളുകളുണ്ട്. അവിടെ ഏതാനും കാറുകളും തടികളുമൊക്കെ കിടക്കുന്നു. അവിടേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഒരു മൈതാനം. വെയിലിനെയും മഴയെയും ചെറുക്കാൻ ഷെഡുകൾ പോലുമില്ല. അപൂർവമായുള്ള മരത്തണലിലിരുന്ന് കലാകാരന്മാർ ശില്പങ്ങൾ കൊത്തുന്നു. നേരത്തെ ആർട്ട് മാർക്കറ്റിൽ ഞാൻ കണ്ട ഗംഭീരവും അതിസുന്ദരവുമായ ശില്പങ്ങൾ കൊത്തുന്നത് ഈ മണ്ണിലിരുന്ന് ഇവരാണ്. ഒരു സൗകര്യവുമില്ലാത്ത സ്ഥലം. എന്നെ കണ്ടപ്പോൾ ചിലർ അവരുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു. ബിഗ് 5 എന്നറിയപ്പെടുന്ന വന്യമൃഗങ്ങളെയെല്ലാം ആനക്കൊമ്പിന്റെ ആകൃതിയിലുള്ള തടിയിൽ കൊത്തിയെടുത്തിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ കൂറ്റൻ മരശില്പങ്ങൾ കാണാം. വലിയ മൃഗരൂപങ്ങളും പക്ഷിരൂപങ്ങളും മനുഷ്യരൂപങ്ങളുമെല്ലാമുണ്ട്. ഫുട്ബോൾ കളിക്കാർ വരെ. ഈ മൈതാനത്ത് ആകപ്പാടെ മേൽക്കൂരയുള്ള ഭാഗം ഇതാണെന്ന് പറയാം. ഒരു ഷെഡ്. അവിടെ കുറെ ഉപകരണങ്ങളൊക്കെയുണ്ട്. ഡ്രില്ലിംഗ് മെഷീനും മറ്റും. യന്ത്രങ്ങളും ഒട്ടൊരു പ്രാകൃത രീതിയിലുള്ളതാണ്. മരത്തണലിലിരുന്നാണ് ഇവർ ശില്പങ്ങൾ മെനയുന്നത്. എത്ര ദയനീയമായ അവസ്ഥയാണ് ഈ കലാകാരന്മാരുടേതെന്ന് ചിന്തിച്ചു പോകും. പല രൂപവും വലിപ്പവുമുള്ള ശില്പങ്ങൾ. അതുല്യരായ കലാകാരന്മാർ തന്നെയാണ് ഇവർ. അസൗകര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് സുന്ദരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. അതിലൂടെ ഞാൻ കുറേ നേരം ചുറ്റി നടന്നു. ഇവിടെ ഇങ്ങനെ ഒരു ശില്പമുണ്ട്. 2 വർഷം മുൻപ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ദമ്പതികൾ ഇവിടെ വന്നിരുന്നു. അവർ ഇവിടുത്തെ ശില്പികൾക്ക് ഫോട്ടോ നൽകി പോയതാണ്. അതിന്റെ ശില്പം ഉണ്ടാക്കി വെക്കാൻ. പൂർത്തിയായ ശില്പം വാങ്ങാൻ അടുത്ത മാസം അവർ വരും. ആഫ്രിക്കൻ വനത്തിലെ ഒരു പ്രധാന ജീവിയാണ് ഗ്രേറ്റർ കുഡു എന്നറിയപ്പെടുന്ന ഇത്. മാൻ വർഗത്തിൽപ്പെട്ട ഒരു മൃഗം. അതെങ്ങനെ യഥാർത്ഥമായ വലിപ്പത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ പലതരം ജീവികളുടെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ശില്പങ്ങൾ ഇവർ കൊത്തുന്നുണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ ആർട്ടിസ്റ്റ് സൊസൈറ്റിയുടെ ചെയർമാനാണ്. ജസ്റ്റിസ് നൂവെ എന്നാണ് പേര്. ഇവിടെ തങ്ങൾ നേരിടുന്ന അസൗകര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. നല്ലൊരു ടോയ്ലറ്റ് പോലുമില്ല. ഇരുന്ന് പണിയെടുക്കാൻ ഒരു ഷെഡ് കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇത് പ്രോഗ്രാമിലൂടെ പറയണമെന്നും അങ്ങനെ ആളുകൾ അറിയുമെന്നുമൊക്കെയാണ് നൂവെ പറയുന്നത്. മരത്തണലുകളിൽ നിരവധി ശില്പങ്ങൾ ഇരിപ്പുണ്ട്. ചവിറ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇവിടുത്തെ ഒരു ശില്പിയാണ് ചവിറ. ബിഗ് 5 എന്നറിയപ്പെടുന്ന ആന, കാണ്ടാമൃഗം, ബഫലോ, ലെപ്പേർഡ്, സിംഹം എന്നീ മൃഗങ്ങളെയാണ് സാധാരണയായി ഇവർ കൊത്തിയുണ്ടാക്കുന്നത്. പ്രധാനമായും അയൺവുഡ് എന്നറിയപ്പെടുന്ന മരമാണ് ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. തേക്കും മഹാഗണിയുമൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഒലിവ് തടിയാണ് വേറൊന്ന്. വിദേശത്തേക്ക് അയക്കാൻ ഭാരം കുറഞ്ഞ തടി കൊണ്ടുള്ള ശില്പങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഷിപ്പിംഗിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടിയാണത്. തടി കൂടാതെ കല്ലിലും ഇവർ ശില്പങ്ങൾ കൊത്തുന്നുണ്ട്. ഇവിടേക്ക് ടൂറിസ്റ്റുകളൊന്നും അധികം വരുന്നില്ല. ഇവിടെ ഇരുന്ന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതേയുള്ളൂ. ഉണ്ടാക്കുന്നതത്രയും സിംബാബ്വേയിലെ, പ്രത്യേകിച്ച് വിക്ടോറിയ ഫാൾ സിറ്റിയിലെ മാർക്കറ്റുകളിലാണ് വിറ്റഴിക്കുന്നത്. സാംബിയയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ലിവിങ്സ്റ്റൺ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, കൂടാതെ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും ശില്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ശില്പങ്ങളിൽ നല്ലൊരു ഭാഗവും ഉണ്ടാക്കുന്നത് സിംബാബ്വേയിലാണ്. ഇവിടുത്തെ കലാകാരന്മാർ ശില്പങ്ങൾ കൊത്തുന്നതിനും ഒരു രീതിയുണ്ട്. ഓരോരുത്തരും തോന്നുന്ന ശില്പം കൊത്തുകയല്ല,
ഓരോ കലാകാരന്മാരും പ്രത്യേകമായ ശില്പങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ 2 or 3 മൃഗശില്പങ്ങളിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. അങ്ങനെ 45 പേർ 2 or 3 ഇനങ്ങൾ നിർമ്മിക്കുമ്പോൾ വ്യത്യസ്തമായ 150 ഇനം ശില്പങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നു. ശില്പങ്ങളുടെ വലിപ്പമനുസരിച്ച് അത് ഉണ്ടാക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. 2 അടിയുള്ള ഒരു ശില്പമുണ്ടാക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് ഞാൻ ചോദിച്ചു. 3 മാസം വരെ എടുക്കുമെന്നാണ് മറുപടി. ആദ്യം അതിന്റെ ഷേപ്പ് ഉണ്ടാക്കും, പിന്നെ അതിൽ രൂപം കൊത്തിയെടുക്കും. ഉളി ഉപയോഗിച്ചാണ് കൊത്തി ഉണ്ടാക്കുന്നത്. തുടർന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അത് പോളിഷ് ചെയ്യുന്നു. 45 ശില്പികളുടെ ഒരു കോപ്പറേറ്റീവാണ് ഇവിടെയുള്ളത്. അവർ ഒത്തൊരുമയോടെ പണി ചെയ്ത് ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. എങ്കിലും തങ്ങളിവിടെ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് ചവിറ പറയുന്നുണ്ട്. നല്ല ഷെഡുകളും ടോയ്ലറ്റുകളും ഒന്നും ഇല്ലാത്തതിനെക്കുറിച്ച് ഇദ്ദേഹവും പറയുന്നു. ചിലയിടത്ത് മരത്തടിയിൽ വീട്ടു നമ്പറാണ് കൊത്തുന്നത്. ഇതൊക്കെ പലരും ഓർഡർ ചെയ്ത് കൊത്തിക്കുന്നതാണ്. ഒരു 2 ദിവസമൊക്കെ സമയം കൊടുത്താൽ വീട്ടു നമ്പർ ആ വിധം കൊത്തിയെടുത്തു തരും. അങ്ങനെ പലതരത്തിലുള്ള പണികളിൽ ഏർപ്പെടുന്നവർ കവറോൾ പോലുള്ള വസ്ത്രം ധരിച്ചാണ് നിൽക്കുന്നത്. വസ്ത്രമൊക്കെ ആകെ മുഷിഞ്ഞിരിക്കുന്നു. സൗകര്യമില്ലായ്മയാണ് ഇവരുടെ പ്രധാന പ്രശ്നം. തങ്ങളുടെ ജോലിയുടെ പ്രത്യേകതകളും ഇവിടുത്തെ അസൗകര്യങ്ങളുമെല്ലാം സംബന്ധിച്ച് ചവിറ കുറെ നേരം സംസാരിച്ചു. ഇവിടെ മരത്തടിയിൽ നിർമ്മിച്ച കൂറ്റൻ ഒരാനയുടെ ശില്പം പണി പാതിയായ നിലയിൽ കിടപ്പുണ്ട്. എല്ലാം സിംബാബ്വേയുടെ വനങ്ങളിൽ ഉണങ്ങി വീണ മരങ്ങളാണ്. അത് ഇവരുടെ കയ്യിലെത്തുമ്പോൾ മനോഹര ശില്പങ്ങളായി മാറുന്നു. പല വലിപ്പത്തിലുള്ള പല ശില്പങ്ങൾ. ആഫ്രിക്കൻ വന്യജീവികളിലെ ബിഗ് 5ന്റെ ശില്പങ്ങളാണ് ഇത്. ഇവർ ഉണ്ടാക്കുന്ന ശില്പങ്ങളിൽ കൂടുതലും ബിഗ് 5 തന്നെയാണ്. ആന, സിംഹം, പുലി, റൈനോ, കാട്ടുപോത്ത് എന്നിവ. അവയുടെ തലകൾ അങ്ങനെ ഒരുമിച്ച് നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ജീവൻ തുളുമ്പുന്ന ശില്പങ്ങൾ തന്നെയാണ് എല്ലാം. പലരും എന്നെ കണ്ട് അടുത്തു വന്നു. സിംബാബ്വേയിലെ പ്രബല ജനവിഭാഗമായ ഷോണ ജനത തന്നെയാണ് ഇവിടുത്തെ ശില്പികളിൽ ഭൂരിഭാഗവും. പുരാതന കാലത്ത് ഷോണകൾ ഇത്തരം മരശില്പങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ കുടിലുകളെ അലങ്കരിച്ചിരുന്നു. ശില്പികളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി. യാത്ര തുടരുമ്പോൾ ഇവിടുത്തെ കലാകാരന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ. ആഫ്രിക്കയിലെ ഒരു ആർട്ടിസ്റ്റ് വില്ലേജ് കാണിക്കാം എന്ന് ജിമ്മി പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. വനത്തിനകത്തെ ചെമ്മണ്ണിന്റെ മൈതാനത്ത് കുറെ ആർട്ടിസ്റ്റുകൾ. മരത്തിന്റെ തണലാണ് അവർക്ക് വെയിലേൽക്കാതിരിക്കാൻ ആകെയുള്ള ആശ്രയം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കലാകാരന്മാരുടെ ജീവിതമെന്ന് ജിമ്മിയും പറഞ്ഞു. ടൂറിസം വളരുന്നുണ്ടെങ്കിലും ഈ കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നതിനുള്ള സംവിധാനമൊന്നും ഗവൺമെന്റ് കാര്യമായി ഒരുക്കുന്നില്ല. സ്വകാര്യ സംരംഭകർ മുൻകൈ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ടൂറിസം വളരുന്നത്. ആ കഥകളൊക്കെ ജിമ്മി പറഞ്ഞുകൊണ്ടിരുന്നു. നേരം ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണി വരെ മതി ജിമ്മിയുടെ സേവനമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആ സമയം കഴിഞ്ഞിരിക്കുന്നു. വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ 300ഓളം ഹോട്ടലുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അത് സിംബാബ്വേയുടെ ഭാഗത്ത് മാത്രമാണെന്ന് ഓർക്കണം. സാംബിയയുടെ ഭാഗത്ത് 400-ലേറെ ഹോട്ടലുകളാണുള്ളത്. എല്ലാം നല്ല ഹോട്ടലുകൾ തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ വിക്ടോറിയ ഫാൾസ് വലിയ ടൂറിസ്റ്റ് ആകർഷണമായി മാറിയിരുന്നെങ്കിലും വരുന്നവർക്കുള്ള സൗകര്യങ്ങളൊന്നും മെച്ചപ്പെട്ടിരുന്നില്ല. അതൊക്കെ ചിന്തിച്ചിരിക്കെ കാർ എലിഫന്റ് ഹിൽസ് റിസോർട്ടിലേക്ക് തിരികെ എത്തി. സഞ്ചാരത്തിന്റെ ഗ്രൂപ്പ് താമസിക്കുന്ന ഹോട്ടലാണ്. ഞാൻ ഗോത്ര ഗ്രാമവും ആർട്ടിസ്റ്റ് വില്ലേജും മറ്റും കാണാൻ പോയ നേരത്ത് സഞ്ചാരം ഗ്രൂപ്പ് വിക്ടോറിയ ഫാൾസ് കാണാനും സാംബിയയിലേക്കും പോയിരിക്കുകയാണ്. അയൽരാജ്യമായ സാംബിയയിലെ ഒരു ഗ്രാമവും മറ്റും അവർ സന്ദർശിക്കുന്നുണ്ട്. അവർ വൈകിട്ടേ തിരിച്ചെത്തുകയുള്ളൂ. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. 6 മണി വരെ എനിക്ക് വിശ്രമിക്കാം. 6 മണിക്ക് മറ്റുള്ളവർ വരും. തുടർന്ന് അവരോടൊപ്പം ഡിന്നർ കഴിക്കുന്നതിനായി മറ്റൊരിടത്തേക്ക് പോകണം. വമ്പനൊരു റിസോർട്ടിലാണ് ഞങ്ങളുടെ താമസം. വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ തന്നെ ഏറ്റവും അധികം മുറികളുള്ള റിസോർട്ടുകളിലൊന്നാണ്. അവിടെ എന്നെ ഇറക്കിവിട്ട് യാത്ര പറഞ്ഞ് ജിമ്മി പോയി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇന്ന് അതിരാവിലെ തുടങ്ങിയ യാത്രകളാണല്ലോ.
ആകെ മടുത്തിരിക്കുന്നു. ഹെലികോപ്റ്റർ റൈഡും ഗോത്രഗ്രാമവും ആർട്ടിസ്റ്റ് വില്ലേജും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഞാൻ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങി. ഈ എപ്പിസോഡുകളിൽ കാണുന്ന ആഫ്രിക്കൻ നാടുകളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അടുത്ത ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഫോൺ 7591966600. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഉണരുമ്പോൾ നേരം സന്ധ്യയായിരിക്കുന്നു. ജാലകത്തിലൂടെ നോക്കുമ്പോൾ താഴെ ഇതാണ് കാഴ്ച. പുല്ലുമേഞ്ഞ കുറേയേറെ കെട്ടിടങ്ങൾ. അതിമനോഹരമായൊരു സ്ഥലമാണ്. നല്ല തണുപ്പുമാണ് ഇവിടെ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താഴത്തെ കെട്ടിടങ്ങളിൽ കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുകളും സ്പായും ഒക്കെ പ്രവർത്തിക്കുന്നു. പല വലുപ്പത്തിലുള്ള 3 സ്വിമ്മിംഗ് പൂളുകൾ. അനന്തതയിലേക്ക് വ്യാപിച്ചെന്നോണം കിടക്കുന്ന ആഫ്രിക്കൻ വനം. അതിനകത്തു നിന്നുള്ള വന്യമൃഗങ്ങളുടെ ശബ്ദവും സൂര്യനസ്തമിച്ച ആകാശത്തിന്റെ നിറവും. സുഖകരമായ കാലാവസ്ഥ. ഇതെല്ലാം ആസ്വദിച്ചങ്ങനെ ഇരിക്കുക രസമാണ്. ദിവസങ്ങളോളം താമസിക്കാനും അങ്ങനെ ഇരുന്ന് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും എഴുതാനും പുതിയ ചിന്തകൾ രൂപീകരിക്കാനുമൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരു കുഴപ്പമേയുള്ളൂ. ഏതാണ്ട് 30,000 രൂപയാണ് ഒരു മുറിക്ക് ഇവിടെ ഒരു രാത്രിയുടെ വാടക. ഞാൻ അങ്ങനെ ചിന്തയിലിരിക്കെ നമ്മുടെ സംഘത്തിലുള്ളവർ കുളിച്ച് റെഡിയായി എത്തി. ഒരു ബസ്സിൽ കയറി ഞങ്ങളിനി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. താമസിക്കുന്ന റിസോർട്ടിലും ഡിന്നറുണ്ട്. പക്ഷേ ഇന്ന് അവിടെ നിന്നല്ല കഴിക്കുന്നത്. ഇന്നത്തെ ഡിന്നറിന് ഒരു പ്രത്യേകതയുണ്ട്. ബോമ ഡിന്നറിനാണ് പോകുന്നത്. അതായത് ആഫ്രിക്കൻ പ്രത്യേകതകളുള്ള ഒരു ഡിന്നർ. ഡ്രമ്മിന്റെ താളവും നൃത്തവും ആഘോഷവും ആഫ്രിക്കൻ ഭക്ഷണ വൈവിധ്യവും എല്ലാം ചേരുന്ന ഒരു അത്ഭുത ഡിന്നറാണത്. ഇവിടെ നിന്നും കുറച്ചകലെയാണ് അതിനുള്ള സ്ഥലം. ഞങ്ങളുടെ റിസോർട്ടിൽ സാധാരണ ബുഫേ ഡിന്നറേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റൊരിടത്തേക്ക് പോകുന്നത്. ബോമ എന്നാൽ ഗ്രാമം എന്നേ അർത്ഥമുള്ളൂ. രാത്രിയിൽ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യും. സാവധാനം പോകാൻ വേണ്ടിയാണ് പലയിടത്തും ഹമ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഡ്രൈവർ അത് ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ വനത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പോകാൻ. ബസ് പുല്ലുമേഞ്ഞ ഒരു പടിപ്പുര കടക്കുന്നു. ഇവിടെ 2 വശത്തേക്കും കുറേ റിസോർട്ടുകളൊക്കെയുണ്ട്. സഫാരി ലോഡ്ജുകളും. ഇതെല്ലാം വനപ്രദേശമാണ്. വനത്തിനകത്ത് തന്നെയാണ് റിസോർട്ടുകളെല്ലാം. റിസോർട്ടുകളുടെ പരിസരങ്ങളെല്ലാം വളരെ സുന്ദരമായും വൃത്തിയായും ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ആംബിയൻസ്. ഇരുട്ടിലൂടെ ഇവിടുത്തെ ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും ഒക്കെ സ്റ്റാഫുകൾ നടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ പിന്നിട്ട് ബസ് ഒരിടത്ത് ചെന്നു നിന്നു. ഇവിടെ ഒരു ബോർഡുണ്ട്. ദ ബോമ ഡിന്നർ ആൻഡ് ഡ്രം ഷോ. ഡിന്നറിനൊപ്പം നൃത്തവും ഡ്രംസുമെല്ലാം ചേരുന്ന കലാപരിപാടികളുമുണ്ട്. മരക്കൂട്ടത്തിനിടയിൽ ആ ഭാഗത്താണ് ഡിന്നർ കഴിക്കാനുള്ള സ്ഥലം. എല്ലാവരും അവിടേക്ക് നടന്നു. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ്. വിക്ടോറിയ ഫാൾസിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഒരു തവണയെങ്കിലും ഇവിടെ ഡിന്നർ കഴിക്കാൻ വരാതിരിക്കില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന രീതി തന്നെ നമ്മളെ ആകർഷിക്കും. ട്രൈബൽ ശൈലിയിലാണ് എല്ലാം. അതിമനോഹരമായ സംവിധാനങ്ങൾ. കയറി ചെല്ലുന്നിടത്തു തന്നെ കുറച്ച് കലാകാരന്മാർ നിൽപ്പുണ്ട്. തനത് വേഷവും ആയുധങ്ങളുമൊക്കെയായി. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങളുടെ സംഘത്തിലുള്ളവർ ഓരോരുത്തരായി അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ട്രൈബൽ രീതിയിൽ നമ്മളെ വസ്ത്രം ധരിപ്പിക്കും. ഒരു മുണ്ട് തോളിന് കുറുകെ കെട്ടുന്നു എന്നേയുള്ളൂ. എങ്കിലും ഇവരുടെ വസ്ത്രധാരണത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഈ വസ്ത്രം കൂടി ധരിപ്പിച്ചിട്ടാണ് നമ്മളെ ഡിന്നർ കഴിക്കാനായി വിടുക. അങ്ങനെ ഒരൊറ്റ തുണിക്കെട്ടുകൊണ്ട് സഞ്ചാരം സംഘത്തിലുള്ളവരെല്ലാം ട്രൈബൽ രൂപത്തിലേക്ക് മാറി. ഇവരിത് രസകരമായി തന്നെ കെട്ടിത്തരും. വേണമെങ്കിൽ ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങുകയുമാവാം. ട്രൈബൽ ശൈലിയിൽ തന്നെ പുല്ലുമേഞ്ഞ കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. അതൊക്കെ വളരെ കലാപരമായി ഒരുക്കിയിരിക്കുന്നു.
ഗംഭീരമായൊരു ആംബിയൻസ് ആണിവിടെ. തണുപ്പും മൃഗങ്ങളുടെ ശബ്ദവും ചീവീടുകളുടെ കരച്ചിലുമെല്ലാം ചേർന്ന ഒരു ആംബിയൻസ്. ഗോത്രമനുഷ്യരായി മാറിക്കഴിഞ്ഞ ഇവരെല്ലാം സഞ്ചാരത്തിന്റെ സംഘാംഗങ്ങൾ തന്നെയാണ്. പുതിയ വേഷത്തിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഒരു ഭാഗത്ത് കുറെ പെയിന്റിങ്ങുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു കൾച്ചറൽ സെന്റർ തന്നെയാണ്. ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, വസ്ത്രം ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബാറുണ്ട്. മദ്യം വേണ്ടവർക്ക് അത് കഴിക്കാം. വീണ്ടും നടന്നു. ഇവിടെ കുറേയേറെ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണുള്ളത്. ഇവരുടെ പ്രധാന പരിപാടി ഡിന്നർ ഒരുക്കലാണ്. ബോമ ഡിന്നർ വിക്ടോറിയ ഫാൾ സിറ്റിയിലെ പ്രധാന ടൂറിസം ആക്ടിവിറ്റിയായി മാറിക്കഴിഞ്ഞു. രാത്രിയിലാണ് ഇവിടം സജീവമാവുക. പകലും റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ടാവാം. എല്ലാം ആഫ്രിക്കൻ തീമിൽ കലാപരമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. ഒരു പ്രത്യേക ഫീലാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത്. പുറകിലിരിക്കുന്ന ശില്പങ്ങളും അതിന്റെ കടും നിറവും സന്ദർശകർക്ക് പ്രത്യേക അനുഭവം പ്രദാനം ചെയ്യുന്നു. ഈ വിധം തന്നെയാണ് വിക്ടോറിയ ഫാൾ സിറ്റിയിലെ വമ്പൻ റിസോർട്ടുകളും ഒരുക്കി വെച്ചിരിക്കുക. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ആഴ്ചയിലും ഇവിടെ എത്തുന്നുണ്ടെന്ന് ഓർക്കണം. ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ പ്രധാന ഭാഗത്തേക്ക് ചെന്നു. ഒരു ഭാഗത്ത് തത്സമയം പാചകം നടന്നുകൊണ്ടിരിക്കുന്നു. വിഭവസമൃദ്ധമാണ് ഡിന്നർ. ഏത് കഴിക്കണം എന്നത് മാത്രമാവും സംശയം. വിഭവങ്ങളുടെ കാഴ്ച നമ്മളെ ഞെട്ടിക്കും. കാണുമ്പോൾ തന്നെ വയറു നിറയും. അത്രയേറെ വിഭവങ്ങളുണ്ട്. ഷെഫുമാർ ഇങ്ങനെ പലയിടത്തു നിന്ന് ലൈവ് കുക്കിംഗ് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു മൃഗത്തെ തൊലി പൊളിച്ച് ഒരു ഫ്രെയിമിൽ നിവർത്തിയടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാട്ടുപന്നിയാണ്. അതിനെ ഗ്രില്ല് ചെയ്തിരിക്കുന്നു. ഈ നേരമായപ്പോഴേക്കും അതിന്റെ വലിയൊരു ഭാഗം ആളുകൾ തിന്നു തീർത്തു കഴിഞ്ഞു. കാട്ടുപന്നി മാത്രമല്ല, ഇവിടെ പല മൃഗങ്ങളുടെയും ഇറച്ചി കിട്ടും. ഗ്രേറ്റ് കുഡു, മാൻ, പന്നി, ഇംപാല തുടങ്ങിയ പല പല കാട്ടുമൃഗങ്ങൾ. മുതലമാംസം വേറെ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത വൈവിധ്യമാർന്ന മാംസം ഇവിടെ നിന്നും കഴിക്കാം. ഗ്രില്ല് ചെയ്തും കറിവെച്ചുമൊക്കെ അത് പല രൂപത്തിലാക്കി വെച്ചിരിക്കുന്നു. പാത്രവുമായി നമ്മൾ ചെന്നാൽ ഗ്രില്ല് ചെയ്തതും മറ്റും എടുത്തു തരും. അതാണ് ഇവിടെ നടക്കുന്നത്. വിചിത്രമായ വിഭവങ്ങൾ പലതുണ്ട്. നിറയെ കഴിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ലോകത്ത് നമ്മൾ കഴിക്കാത്ത നിരവധി വിഭവങ്ങൾ ഒരേ സമയം രുചിച്ചു നോക്കാൻ കഴിയുന്ന അവസരമാണ് ഈ ബോമ ഡിന്നർ നൽകുന്നത്. എല്ലാവരും അവസരം പരമാവധി ഉപയോഗിക്കുന്നുമുണ്ട്. പലതരം സ്റ്റൂകൾ, സൂപ്പുകൾ, ചിലതിൻ്റെയൊക്കെ പേര് എഴുതി വച്ചിട്ടുണ്ട്. മാംസത്തിന്റെ ധാരാളിത്തം മാത്രമല്ല, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്കുള്ള ഭക്ഷണങ്ങളുമുണ്ട്. അതും യഥേഷ്ടം വിളമ്പിത്തരും. മൊമ്പാനെ വേംസ് എന്ന ഒരു തരം പുഴുവിഭവമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റും തരും. പുഴുവിനെ തിന്നതിന്റെ സർട്ടിഫിക്കറ്റ്. സഞ്ചാരം ഗ്രൂപ്പിലെ കുറച്ചുപേർ പോയി അത് കഴിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി വന്നു. പിന്നെയും വിഭവങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. കുഡു സ്റ്റ്യൂ, കപ്പേണ്ട ഫിഷ്, പീനട്ട് ബജി, പ്ലെയിൻ ചോറ്, സാത്സ എന്നിങ്ങനെയെല്ലാമുണ്ട്. സാത്സയാണ് ആഫ്രിക്കക്കാരുടെ സാധാരണ ഭക്ഷണം. നമ്മൾ ചോറുണ്ണുന്നതുപോലെ ഈ നാട്ടുകാരുടെ മെയിൻ മീൽ അതാണ്. ചോളം പൊടിച്ചുണ്ടാക്കുന്ന കഞ്ഞി പോലത്തെ ഒരു വിഭവമാണ് സാത്സ. ബ്രെഡ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ പലതരം സാധനങ്ങൾ. അതൊക്കെയാണ് സിംബാബ്വേക്കാരുടെ പ്രധാന ഭക്ഷണം. പക്ഷേ ഈ റെസ്റ്റോറന്റിൽ അങ്ങനെയല്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളുണ്ട്. പലരും പ്ലെയിൻ റൈസും വാങ്ങുന്നു. അതിനടുത്ത് തന്നെ സാത്സയുമുണ്ട്. ഇത് ഇംപാല സ്റ്റേക്കാണ്. പിന്നെ പോർക്ക് ഫില്ലറ്റ്, മുതലയിറച്ചി, സിർലോയിൻ സ്റ്റേക്ക്, മാരിനേറ്റഡ് ചിക്കൻ, പോർക്ക്, സോസേജ്, മീറ്റ് ബോൾ എന്നിങ്ങനെ കുറേയേറെ വിഭവങ്ങൾ ഒരു വശത്ത്. ഒരൊറ്റ ഡിന്നറിന് ഇത്രയേറെ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി കൊണ്ടുള്ള വിഭവ വൈവിധ്യം മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. പലയിടത്തും തത്സമയ പാചകമാണ്. ഇത് ബീഫിന്റെ പലതരം വിഭവങ്ങളാണ്. പിന്നെ ലാമ്പിന്റെ ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങൾ, കുടുവിന്റെ മാംസം, ഇങ്ങനെ പലതുണ്ട്. വലിയൊരു പ്രദേശം മുഴുവൻ കിച്ചണാണ്. അവിടെ പലയിടത്തായി പാചകം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സ്റ്റൂകൾ മാത്രമാണ് നിരത്തിവെച്ചിട്ടുള്ളത്. വൈവിധ്യമാർന്ന സ്റ്റൂകൾ.
ഞങ്ങളുടെ ഗ്രൂപ്പിലെ വെജിറ്റേറിയന്മാരാണ് കുറച്ച് കഷ്ടപ്പെട്ടു പോയത്. വെജ് വിഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഇതിനകത്തുകൂടി നടന്ന് അത് കണ്ടുപിടിക്കുന്നതാണ് പ്രശ്നം. പുല്ലുമേഞ്ഞ പല പന്തലുകളുടെ ചുവട്ടിൽ ആളുകൾ അങ്ങനെയിരിക്കുന്നു. ഒരു ജംഗ്ഷൻ പോലത്തെ ഭാഗത്ത് കുറെ കലാകാരന്മാർ നിരന്നു നിൽക്കുന്നുണ്ട്. അവർ അല്പം കഴിയുമ്പോൾ ഡ്രം ബീറ്റ്സും നൃത്തവുമെല്ലാം തുടങ്ങും. കുറെ ഡ്രംസ് ഇവിടെ നിരത്തിവെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6 മണിക്കങ്ങ് തുടങ്ങിയാൽ 11:30 വരെയും ഇങ്ങനെ നല്ല തിരക്കായിരിക്കും ഇവിടെ. മനോഹരമായ ഒരു സ്ഥലം, പുല്ലുമേഞ്ഞ ഗംഭീരമായ പന്തലുകൾ, നല്ല തണുപ്പ്, രാത്രിയുടെ പ്രത്യേകമായ നിറം, ചീവീടുകളുടെ ശബ്ദം. കുറെ വിഭവങ്ങളെടുത്ത് ഞങ്ങളുടെ സംഘത്തിലുള്ളവരും കസേരകളിൽ സ്ഥാനം പിടിച്ചു. സഞ്ചാരത്തിന്റെ ഗ്രൂപ്പാണ് ഇത്. സഞ്ചാരത്തിനൊപ്പം 6ഉം 7ഉം ടൂറിന് വന്ന ആളുകളുണ്ട്. സഞ്ചാരത്തിനൊപ്പം മാത്രം സ്ഥിരമായി ലോകയാത്ര നടത്തുന്നവരുമുണ്ട്. ഗ്രൂപ്പിലെ 38 ആളുകളും ആഫ്രിക്കൻ ഭക്ഷണ വൈവിധ്യം ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയാണ്. അതിമനോഹരമായ ആ സന്ധ്യയിൽ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആഫ്രിക്കൻ കലാപരിപാടി തുടങ്ങുന്നതും കാത്ത് ഞങ്ങളിരുന്നു.